പ്രേക്ഷകർക്ക് മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്നും പടിയിറങ്ങിപ്പോയതോടുകൂടി ആ വ്യക്തിയുടെ സന്തോഷവും പടിയിറങ്ങിപ്പോയിരിക്കുന്നു എന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ ഈ ഫയലായി സ്വീകരിച്ചവരുടെ റീഡിങ്ങിലേക്കാണ് പോകാം. നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് ആ വ്യക്തി. ഒരുപക്ഷെ ആ വ്യക്തിയെ മനസ്സറിഞ്ഞ് സ്നേഹിക്കാൻ, ആ വ്യക്തിയെ ഹൃദയം തുറന്ന് സ്നേഹിക്കാൻ തയ്യാറായി നിന്ന, എപ്പോഴും ആ വ്യക്തിയെ ഹൃദയം തുറന്ന് സ്നേഹിച്ച നിങ്ങളെ മനസ്സിലാക്കാതെ ആ വ്യക്തി മറ്റാർക്കൊപ്പമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ആകർഷണത്തിലോ കടന്നുപോയി. നിങ്ങൾക്കൊരുപാട് വിഷമമുണ്ടായി. കാരണം നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച, നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട, മനസ്സുകൊണ്ട് ഏറ്റവും കൂടുതൽ അടുത്ത ആ വ്യക്തി നിങ്ങളെ വിട്ടുപോയപ്പോൾ നിങ്ങൾക്ക് എന്തെന്നില്ലാത്ത ഒരു വിഷമം തോന്നി. എന്തുകൊണ്ട് ആ വ്യക്തി പോയി എന്ന് പോലും നിങ്ങൾ ചിന്തിച്ചു. ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച പല കാര്യങ്ങളും, നിങ്ങൾ ഇഷ്ടപ്പെട്ട പല കാര്യങ്ങളും ആ വ്യക്തിയുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ മനസ്സിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാതെയായി. അങ്ങനെ കിട്ടാതിരുന്നപ്പോൾ നിങ്ങൾക്കൊരുപാട് നിരാശ തോന്നി. പക്ഷേ എങ്കിലും നിങ്ങൾക്കൊരിക്കലും നിങ്ങളായിട്ട് ആ വ്യക്തിയെ വെറുക്കാൻ കഴിഞ്ഞില്ല. ആ വ്യക്തിയെ സ്നേഹിക്കാനല്ലാതെ നിങ്ങൾക്കൊന്നും കഴിയുമായിരുന്നില്ല. അങ്ങനെ നിങ്ങൾ സ്നേഹിച്ചുകൊണ്ടിരിക്കെ ആ വ്യക്തി നിങ്ങളെ മതിയാക്കി, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ബന്ധം വേർപെടുത്തിക്കൊണ്ട് മറ്റാരെയോ സ്വീകരിക്കുകയോ മറ്റേതെങ്കിലും ഒരു ആകർഷണീയമായ ഒന്നിലേക്ക് പോവുകയോ ഒക്കെ ചെയ്തു. അങ്ങനെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്കതൊരു വല്ലാത്ത വിഷമമായി മാറി. എന്തുകൊണ്ട് എന്നെ വിട്ടുപോയി, എന്തുകൊണ്ട് എന്നെ മനസ്സിലാക്കാതെ പോയി, എന്നെ മനസ്സിലാക്കാതെ എന്തുകൊണ്ടിരിക്കുന്നു എന്നൊക്കെയുള്ള ദുഃഖങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടായി. സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന, സ്നേഹിക്കാനല്ലാതെ മറ്റൊന്നും അറിയാത്ത നിങ്ങളെ സംബന്ധിച്ച് ആ വേദന സഹിക്കാൻ കഴിയാത്തതാണ്. നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ആ വ്യക്തി മാത്രമേ ഉള്ളൂ. പക്ഷേ ആ വ്യക്തി കടന്നു പോയപ്പോൾ നിങ്ങൾക്ക് ദുഃഖമുണ്ടായി. പക്ഷേ ആ വ്യക്തിയുടെ യഥാർത്ഥ അവസ്ഥ അറിഞ്ഞാൽ നിങ്ങൾ ഒരുപക്ഷെ വീണ്ടും ആ വ്യക്തിയോട് സ്നേഹമുണ്ടെങ്കിൽ ദുഃഖിക്കും. കാരണം ആ വ്യക്തി നിങ്ങളിൽ നിന്ന് തിരസ്കരിച്ച്, നിങ്ങളുടെ സ്നേഹത്തെ തിരസ്കരിച്ച് പോയപ്പോൾ ആ വ്യക്തിക്ക് കിട്ടിയത് ഏറ്റവും കൈപ്പേറിയ അനുഭവങ്ങളാണ്. ഇപ്പോൾ മനസ്സുകൊണ്ട് ആ വ്യക്തി നിങ്ങളുടെ സ്നേഹം ആഗ്രഹിക്കുന്നു, മനസ്സുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് എത്താൻ ആഗ്രഹിക്കുന്നു. ഒരിക്കൽ നിങ്ങളിൽ നിന്ന് അകന്നുപോയ ആ വ്യക്തി ഇപ്പോൾ ഹൃദയം വേദനിച്ച് നിൽക്കുകയാണ്. ആ വ്യക്തിക്ക് തൻ്റെ ഹൃദയത്തെ പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല. നിങ്ങൾ സ്നേഹിച്ചതുപോലെ ആരും ആ വ്യക്തിയെ സ്നേഹിക്കുന്നില്ല. നിങ്ങൾ ഇഷ്ടപ്പെട്ടതുപോലെ ആർക്കും ആ വ്യക്തിയെ സ്നേഹിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം. അടുത്തതായിട്ട് ഈ ഫയൽ സ്വീകരിച്ചവരുടെ റീഡിങ് പറയാം. ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ നിറഞ്ഞുണ്ടായിരുന്നു. ആ വ്യക്തി നിങ്ങളെയാണ് ആദ്യം സ്നേഹിച്ചത്. നിങ്ങളെ അല്ലാതെ മറ്റാരെയും ആ വ്യക്തി ആദ്യം സ്നേഹിച്ചിട്ടില്ല. നിങ്ങളും തിരിച്ച് സ്നേഹം നൽകി. ദൃഢമായ സ്നേഹമാണ്. അങ്ങനെ പരസ്പരം നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ സ്നേഹിച്ച് സ്നേഹത്തോടെ മുന്നോട്ട് പോയപ്പോൾ ചിലർ ആ അവസ്ഥയിൽ ചില വിഘ്നങ്ങളുണ്ടാക്കാൻ ശ്രമിച്ചു. അവർക്ക് നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ സ്നേഹിച്ച് ഇഷ്ടത്തോടെ മുന്നോട്ട് പോകുന്നത് സഹിക്കാൻ കഴിഞ്ഞില്ല, ഒട്ടും ഇഷ്ടമായില്ല. അങ്ങനെ അവർ നിങ്ങളിൽ നിന്ന് അകലാൻ തുടങ്ങി. നിങ്ങളിൽ നിന്ന് അവർ അകലാൻ തുടങ്ങിയപ്പോൾ തീർച്ചയായിട്ടും അവരുടെ മനസ്സിൽ നിന്ന് നിങ്ങൾ പതുക്കെ ഇല്ലാതാകാൻ തുടങ്ങി. ഏറ്റവും ആത്മാർത്ഥമായി നിങ്ങൾ സ്നേഹിച്ച ആ വ്യക്തിയുടെ ആ പെരുമാറ്റം നിങ്ങൾക്കൊട്ടും സഹിക്കാൻ കഴിയുന്നതായിരുന്നില്ല. എന്തുകൊണ്ട് എന്നെ തനിച്ചാക്കി ആ വ്യക്തി പോയി എന്നുള്ള ചിന്ത നിങ്ങളുടെ മനസ്സിലെപ്പോഴും ഉണ്ടായി. അങ്ങനെ പോകാൻ പാടില്ലായിരുന്നു. കാരണം നിങ്ങൾ നൽകിയ സ്നേഹം അത്ര പ്രധാനപ്പെട്ടതായിരുന്നു. നിങ്ങൾ നൽകിയ ഇഷ്ടം അത്ര പ്രധാനപ്പെട്ടതായിരുന്നു. ആ ഇഷ്ടവും സ്നേഹവും ഇല്ലാതാക്കി കടന്നുപോയ ആ വ്യക്തിയുടെ ആ പ്രവൃത്തി വലിയ തരത്തിലുള്ള ദുഃഖത്തിലേക്ക് നിങ്ങളെ ആഴ്ത്തി. പക്ഷേ ഇപ്പോൾ നിങ്ങൾ കരുതിയിരുന്നത് ഒരിക്കലും ആ വ്യക്തി തിരിച്ചു വരില്ല എന്നാണ്. കാരണം നിങ്ങളെക്കാൾ പ്രധാനപ്പെട്ട സ്നേഹങ്ങൾ, വിലപ്പെട്ട ചില പാരിതോഷികങ്ങൾ
വിലപ്പെട്ട ചില സാഹചര്യങ്ങൾ ഒക്കെ മറ്റുള്ളവർ നൽകി. തനിക്കിനൊന്നും നൽകാൻ കഴിയില്ല, തന്നിലേക്ക് ഇനി ആ വ്യക്തി ആകർഷിക്കപ്പെടില്ല എന്നാണ് നിങ്ങൾ കരുതിയത്. പക്ഷേ ആ വ്യക്തിയുടെ ഹൃദയം തേങ്ങുകയായിരുന്നു. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അത്ര എളുപ്പമല്ലായിരുന്നു നിങ്ങളിൽ നിന്ന് അകന്നു പോയപ്പോഴുണ്ടായ ആ വ്യക്തിയുടെ ജീവിതം. അവിടെ സംഘർഷഭരിതമായിരുന്നു, പ്രതിസന്ധികളുണ്ടായിരുന്നു, കുഴപ്പങ്ങളുണ്ടായിരുന്നു. നിങ്ങളോടൊപ്പമുള്ള ജീവിതമായിരുന്നു ഏറ്റവും ധന്യമായത്, ഏറ്റവും മഹത്വമായത് എന്ന് ഇപ്പോൾ ആ വ്യക്തി മനസ്സിലാക്കുകയാണ്. ആ വ്യക്തി നിങ്ങളുടെ വില അറിയുകയാണ്. ആ വ്യക്തി നിങ്ങളുടെ മനസ്സറിയുകയാണ്. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നുള്ള ആ മഹത്തായ ഇഷ്ടം നഷ്ടപ്പെട്ടപ്പോൾ മറ്റൊരിടത്തു നിന്ന് ആ ആത്മാർത്ഥത ആ വ്യക്തിക്ക് കിട്ടിയില്ല. എല്ലാവരും ചിരിച്ചുകൊണ്ട് കഴുത്തറക്കുന്ന നിലപാടാണ് ആ വ്യക്തിയോട് കാണിച്ചത്. ഒരുപക്ഷെ നിങ്ങളോട് ചെയ്തതിൻ്റെ ഒരു പ്രതിഫലമായിട്ട് ആ വ്യക്തിക്ക് ഈ പാഠം മുകളിലുള്ള ശക്തി പഠിപ്പിച്ചതാകാം. എങ്ങനെയാവട്ടെ, ആ വ്യക്തി തേങ്ങുന്നു, ആ വ്യക്തി നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ നിങ്ങളെ അന്ന് സ്നേഹിച്ചതിനേക്കാൾ കൂടുതൽ ആ വ്യക്തി സ്നേഹിക്കുന്നു. ആ വ്യക്തി നിങ്ങളിലേക്ക് എത്താൻ കാത്തു നിൽക്കുന്നു, തേങ്ങിക്കരയുന്നു കുറ്റബോധത്താൽ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്.